ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മുടെ മാന്ത്രിക നോവൽ ബ്രഹ്മമന്ത്രത്തിൻ്റെ 7ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നോവൽ തുടർച്ച ബ്രഹ്മമന്ത്രം അധ്യായം 7. അങ്ങനെ ഞാൻ വരാണ്ടിരിക്കുമോ? ആവേശത്തോടെ അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. നാറുന്നു. എന്താ കഴിച്ചത്? ഒരു രസത്തിന് അവൻ അവളെ കിടക്കയിലേക്ക് കൊണ്ടുചെന്നിരുത്തി. ആ നിറമാറിൽ അവൻ്റെ കൈപ്പടം വരുമ്പോൾ അവൾ തിരക്കി, ആ ഭദ്രൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എവിടുന്ന്? ആ ശപ്പന് ഒരു സംശയം പോലുമില്ല. നരനാരായണൻ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. ചന്ദനത്തിൻ്റെ നിറവും ഗന്ധമുള്ള ആ മേനിയെ കണ്ണുകൾ കൊണ്ടും കൈകൾ കൊണ്ടും ഒഴിഞ്ഞു. അവൾ അവനെ ഇറുകെ പുണർന്നു, തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ടു. അവൻ അവളിലേക്ക് പടർന്നു കയറി. എല്ലാം താക്കോൽ പഴുതിലൂടെ കണ്ടും കേട്ടു നിന്നിരുന്ന ഭദ്രൻ വിയർപ്പിൽ കുളിച്ചു. പലതവണ വാതിലിൽ മുട്ടി വിളിക്കാൻ ഭാവിച്ചതാണ് ഭദ്രൻ. എന്നിട്ടും നരനാരായണൻ്റെയും പാഞ്ചാലിയുടെയും മുഖമടച്ചോരോന്ന് കൊടുക്കണം. കൈ ധരിച്ചതാണ്, പക്ഷെ സ്വയം അടക്കി. അത് ഇലഞ്ഞിത്തറ തമ്പാൻ്റെ തറവാടാണ്. തമ്പാൻ്റെ മരുമകളെയും നരനാരായണൻ തല്ലാൻ താൻ ആരാണെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ? പക്ഷെ നരനാരായണൻ തൻ്റെ പെങ്ങളെ വേളി കഴിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് തന്നവൻ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ആര് കണ്ട്? ഒരിക്കൽ കൂടി താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കി ഭദ്രൻ. പിന്നെ വെറുപ്പോടെ മുഖം വെട്ടിത്തിരിച്ച് പിന്തിരിഞ്ഞു നടന്നു. പാഞ്ചാലി വാസവദത്തയുടെ പുനർജന്മമാണെന്ന് അവന് തോന്നി. തൻ്റെ പിന്നാലെ കുറേ നടന്ന് അവൾ തന്നെ കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ നാരായണൻ്റെ കൂടെ പോയി. തിരികെ വന്ന് പായിലിരുന്നിട്ട് അവൻ ആലോചിച്ചു. അവിവേകമാണെങ്കിലും ഇപ്പോൾ തമ്പാനങ്ങുന്നതിനെ വിളിച്ചു കൊണ്ടുവന്ന് ആ രംഗവും തങ്ങളുടെ കിടപ്പുമുറിയിൽ കിടക്കുന്ന മദ്യക്കുപ്പിയും എല്ലും കഷ്ണങ്ങളും കാണിക്കുകയാണ് വേണ്ടത്. എന്നാൽ അങ്ങനെ ചെയ്താൽ നരനാരായണന് തന്നോട് വാശിയാകും. തൻ്റെ പെങ്ങളെ അവൻ സ്വീകരിച്ചില്ലെങ്കിൽ എന്തിനും നാളെ നേരം വിളിക്കട്ടെ, അനുനയത്തിൽ അവനോട് സംസാരിക്കാം. രാത്രി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആരുടെയോ കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവൻ പായിൽ ഉറക്കം നടിച്ചു കിടന്നു. നരനാരായണനായിരുന്നു അത്. അവൻ്റെ അടുത്ത് വന്ന് അല്പനേരം ആ കിടപ്പ് നോക്കി നിന്നു നരനാരായണൻ. പിന്നെ അമർത്തിയ ഒരു മൂളലോടെ മുറിയിൽ കടന്നു. അടുത്ത ദിവസം ഭദ്രൻ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു വന്നപ്പോഴും നരനാരായണൻ ഉണർന്നില്ല. മുറിയിൽ അപ്പോഴും മദ്യത്തിൻ്റെ ഗന്ധം തങ്ങി നിന്നിരുന്നു. തലേന്ന് രാത്രിയിൽ അവൻ വലിച്ചെറിഞ്ഞ എല്ലിൻ കഷ്ണങ്ങളിൽ ഉറുമ്പുകൾ നിറഞ്ഞിരിക്കുന്നത് ഭദ്രൻ കണ്ടു. തമ്പാൻ അന്വേഷിക്കുമെന്നതിനാൽ അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. എവിടെ തൻ്റെ കൂട്ടുകാരൻ? ഭദ്രനെ കണ്ടപ്പോൾ തന്നെ തമ്പാൻ ചോദിച്ചത് അതാണ്. മുറിയിലുണ്ട്, എണീറ്റിട്ടില്ല. പനിയാണോ എന്ന് സംശയമുണ്ട്. തമ്പാൻ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. രാവിലത്തെ പൂജ കഴിഞ്ഞു. ഭദ്രൻ തിരികെ എത്തുമ്പോഴും നരനാരായണൻ പഴയപടി കിടപ്പു തന്നെ. ഭദ്രൻ അവനെ വിളിച്ചുണർത്തി. അതിഷ്ടപ്പെടാത്തതുപോലെയാണ് അവൻ എഴുന്നേറ്റത്. തലയ്ക്ക് നല്ല ഭാരമുള്ളതുപോലെ ആടിപ്പോകുന്നു. പണിപ്പെട്ട് കണ്ണുകൾ തുറന്ന് അവൻ ഭദ്രനെ നോക്കി. നേരം ഒരുപാടായോ? ആ, രാവിലത്തെ പൂജയും മറ്റും കഴിഞ്ഞു. തമ്പാനങ്ങൊന്ന് കാണുന്നതിന് മുൻപ് ഈ മുറി വൃത്തിയാക്കി നീ പോയി കുളിച്ചു വാ. നരനാരായണൻ്റെ നെറ്റി ചുളിഞ്ഞു. മുറി വൃത്തിയാക്കാനോ? എനിക്ക് പറ്റില്ല. നീ വേണമെങ്കിൽ ചെയ്. അയ്യടാ, നീ കടിച്ചു തുപ്പിയിട്ട എല്ലും കഷ്ണങ്ങളും നീ കുടിച്ചുവിട്ട് വച്ച ചാരായക്കുപ്പിയും ഒന്നും നീക്കം ചെയ്യാൻ എനിക്ക് പറ്റില്ല. ക്ഷമ നശിച്ചവനെ പോലെയാണ് ഭദ്രൻ പറഞ്ഞത്. എങ്കിൽ ഇവിടെ കിടക്കട്ടെ. നീയും കൂടിയാണിത് ചെയ്തതെന്ന് ഞാൻ തമ്പാനങ്ങുന്നതിനോട് പറഞ്ഞോളാം. അതിൻ്റെ ആവശ്യമില്ല. പെടുന്നനെ വാതുക്കൽ നിന്നൊരു ശബ്ദം. ഇരുവരും അങ്ങോട്ട് നോക്കി. ഇലഞ്ഞിത്തറ തമ്പാൻ. ജ്വലിക്കുന്ന കണ്ണുകളല്ല അദ്ദേഹം നരനാരായണൻ്റെ നേരെ തിരിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി. നീ അശുദ്ധമാക്കിയ ഈ മുറി തന്നെ നീ തന്നെ വൃത്തിയാക്കണം. എന്നിട്ട് ഒരു മാത്രം വൈകാതെ ഈ തറവാട് വിടണം. പിന്നെ ഈ ഗ്രാമത്തിൽ പോലും നിന്നെ കണ്ടുപോകരുത്. നിന്നെ അങ്ങനെ ഞാൻ നരനാരായണൻ എന്തോ പറയാൻ ഭാവിച്ചു. വേണ്ട, തമ്പാൻ കൈയൊരുത്തി. നിനക്ക് മാപ്പില്ല. നിന്നെപ്പോലൊരുത്തനെ ഈ തറവാട്ടിൽ കയറ്റിയത് തന്നെ എൻ്റെ തെറ്റ്. ഇപ്പോഴെങ്കിലും നിൻ്റെ തനിനിറം അറിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. തമ്പാൻ തിരിഞ്ഞു നടന്നു. നരനാരായണൻ്റെ കോപം ഭദ്രനോടായി. നിനക്ക് തൃപ്തിയായല്ലോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ നാരായണ. ഇല്ലേ, എല്ലാം രാവിലെ തന്നെ തമ്പാൻ്റെ കാതിരിച്ചിട്ട് ഇപ്പോൾ പാവം ചുമയുന്നോ? എനിക്കറിയാം. നീ പറഞ്ഞില്ലേ അങ്ങേരിങ്ങോട്ട് വരില്ല. കട്ടായം. നരനാരായണനെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കുമെന്നറിയാതെ ഭദ്രൻ കുഴങ്ങി.
നാരായണൻ തിരക്കി. ഇപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ. ഒറ്റയ്ക്ക് എല്ലാ മാന്ത്രിക വിദ്യയും പഠിക്കാലോ. പക്ഷെ ഭദ്ര, ഒന്ന് മനസ്സിൽ കുറിച്ചോളൂ. നിന്നെ ഞാൻ മാന്ത്രികനാക്കില്ല. നിന്റെ ആ ആശ നടക്കാൻ പോണില്ല. നാരായണ, അറിയാതെ ഭദ്രൻ്റെ ഒച്ച ഉയർന്നുപോയി. അതേടാ, നാരായണൻ തന്നെയാണ് പറയുന്നത്. കട്ടിൽ നിന്നും എഴുന്നേറ്റ് വന്ന അവൻ ഭദ്രത്തിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളി. ഇനി എൻ്റെ മുന്നിൽ വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. അവൻ അങ്ങനെ ചെയ്യാൻ മടിക്കില്ലെന്ന് തോന്നി ഭദ്രന്. സുഹൃത്തിൻ്റെ കോപം തണുത്തോട്ടെ എന്ന് കരുതി അവൻ തെക്കിനിയുടെ കിഴക്കേ വരാന്തയിലൂടെ അരമതിൽ തൂണും ചാരി പുറത്തേക്ക് നോക്കിയിരുന്നു. സൂര്യകിരണങ്ങൾക്ക് ചൂടായി തുടങ്ങിയിട്ടില്ല. ചെടിത്തുമ്പുകളിലെ മഞ്ഞിൻ തുള്ളികൾ മിന്നാമിന്നികളെപ്പോലെ തിളങ്ങുന്നത് അവൻ കണ്ടു. നടുമുറ്റത്തെ തുളസിത്തറയിൽ പാഞ്ചാലി നിൽക്കുന്നത് കണ്ണിൽപ്പെട്ടു. കസബു പാവാടയും ഉടുപ്പുമാണ് വേഷം. നെറ്റിയിൽ കളപക്കുറി. ഒന്ന് കാറി തുപ്പാൻ തോന്നി ഭദ്രന്. രാക്ഷസി. ഇപ്പോൾ ഇവളെ കാണുന്ന ആർക്കാണെങ്കിലും കഴിഞ്ഞ രാത്രി അത്രയും കാമപ്പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടികളാണെന്ന് സംശയം തോന്നുമോ? പാഞ്ചാലി അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ മുഖം തിരിച്ചു കളഞ്ഞു. നാരായണൻ മുറിയൊക്കെ വൃത്തിയാക്കിയിരുന്നു. എന്നിട്ട് പോയി കുളിച്ചു വന്നു. തൻ്റേതായി ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റും ഒരു തകരപ്പെട്ടിയിലാക്കി എടുത്തുകൊണ്ടുവന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഭദ്രൻ കണ്ടത്. എന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള നിന്റെ തന്ത്രം വിജയിച്ചു എന്ന് കരുതേണ്ട ഭദ്ര. അന്തിമ വിജയം കൊണ്ടാടാൻ ഞാനുണ്ടാവും ഇവിടെ. ഭദ്രൻ ഒന്നും മനസ്സിലാവാതെ അവനെ തുറച്ചു നോക്കി. അന്തിമ വിജയം എന്ന് പറഞ്ഞാൽ? നീ പറഞ്ഞേര് തമ്പാനോട് ഞാൻ പോയിന്ന്. അവൻ ഇറങ്ങി നടന്നു. ഭദ്രൻ കൂടെ എത്തി. നാരായണ, നീ പോകാൻ വരട്ടെ. ഞാൻ തമ്പാനങ്കുന്നിനോട് ഞന്നൂടെ ചോദിക്കാം, അല്ലെങ്കിൽ യാചിക്കാം. ചെയ്ത തെറ്റിന് നീ മാപ്പ് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനം മാറിയേക്കും. ഞാനൊരു പട്ടിയെ വളർത്തുന്നുണ്ട്, അതിനെ ഇങ്ങോട്ടേക്ക് അയക്കാം തമ്പാനോട് മാപ്പ് ചോദിക്കാനേ. നാരായണൻ കാറിത്തുപ്പി. അവൻ നടന്നു. ഭദ്രൻ വീണ്ടും ഒപ്പമെത്തി. നാരായണ, നീ പോയാൽ എൻ്റെ പെങ്ങള് വെട്ടി നുറുക്കി കുഴിച്ചു മൂടുക. നെഞ്ചിൽ ഒരു ഇടി കൊണ്ടതുപോലെ ഭദ്രന് ശ്വാസം മുട്ടി. നാരായണനോട് ചിലതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അവൻ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പടിപ്പുര കടന്ന് മറഞ്ഞു. തിരിച്ചു നടക്കുമ്പോൾ കാലുകൾ ഇടറുന്നത് പോലെ തോന്നി ഭദ്രന്. ഉമ്മറത്തേക്ക് കയറുമ്പോൾ പാഞ്ചാലി തൊട്ടരികിൽ. അയാളെ പറഞ്ഞു വിട്ടു അല്ലേ? ഞാനല്ല, കുട്ടിയുടെ അച്ഛനാണ് അങ്ങനെ ചെയ്തത്. എന്നാലും കഷ്ടമായിപ്പോയി. അതെ, ഇന്നലെ രാത്രിയിലത്തെ പോലെ ഒന്നിനും പറ്റില്ലല്ലോ അല്ലേ? ഞാനൊക്കെ കണ്ടു. മുഖത്തടിക്കും പോലെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വിളറി നിന്നുപോയി പാഞ്ചാലി. അവളെ തീർത്തും അവഗണിച്ച് അവൻ അകത്തേക്ക് പോയി. മുറിയിൽ ചെന്നിരുന്നിട്ടും ഇരിപ്പുറയ്ക്കുന്നില്ല. പ്രമീളയുടെ മുഖമാണ് മനസ്സിൽ. ചതിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അവൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വീട്ടിലേക്കൊന്ന് പോകണമെന്ന് തോന്നി. ഇലഞ്ഞിത്തറ തമ്പാനോട് അനുവാദം വാങ്ങി താൻ വൈകുന്നതിന് മുൻപേ മടങ്ങിയെത്താം എന്ന് പറഞ്ഞ് ഭദ്രൻ യാത്രയായി. വീട്ടിലെത്തി. എങ്ങനെ പ്രശ്നം അവതരിപ്പിക്കും എന്നതായിരുന്നു ചിന്ത. അച്ഛനും അമ്മയും പ്രമീളയും ഉണ്ടായിരുന്നു അവിടെ. അമ്മ കൊടുത്ത സംഭാരം ഒറ്റ വലിക്ക് അവൻ തീർത്തു. ഇനിയും വേണോ മോനെ? അത് കണ്ട് അമ്മ തിരക്കി. വേണ്ടമ്മേ. നടന്നു വന്നതിൻ്റെ ദേഹക്ഷീണത്തേക്കാളുപരി ഉള്ളിലെ പാരവശ്യമാണെന്ന് അവർ അറിയുന്നില്ലല്ലോ. ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് അമ്മ ഭദ്രനെ വിളിച്ചു പറഞ്ഞത്. ഏതായാലും നീ ഇങ്ങോട്ട് വന്നത് നന്നായി. ഇലഞ്ഞിത്തറയിലേക്ക് വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്താമ്മേ, എന്തെങ്കിലും വിശേഷം? ഭദ്രൻ നെറ്റി ചുളിച്ചു. വിശേഷമുണ്ട്. എനിക്ക് നാരായണനൊന്ന് കാണണം, അത്യാവശ്യം. അമ്മേ, അതിനിപ്പോൾ നീ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാലും മതി, ഞാൻ സംസാരിച്ചു കൊള്ളാം. അവനവിടെ ഇല്ലമ്മേ. ഒരുവിധം ഭദ്രൻ പറഞ്ഞൊപ്പിച്ചു. എങ്ങോട്ട് പോയി? എവിടെയാണെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഇത്ര അത്യാവശ്യം എന്താ? ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. അമ്മ പരുങ്ങലോടെയാണ് പറഞ്ഞത്. പ്രമീളയ്ക്ക് കുഴപ്പമായോ എന്നൊരു സംശയം. ഈശ്വര, നെഞ്ചിൽ കൈവച്ചു പോയി ഭദ്രൻ. പ്രപഞ്ചം അപ്പാടെ കീഴ്മേൽ പറയുന്നത് പോലെ. അവൻ്റെ ഭാവമാറ്റം കണ്ട് അമ്മയ്ക്ക് അങ്കലാപ്പായി. എന്താ മോനെ? അമ്മയത് പറയട ഭദ്ര. അവനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഭഗവതി. അമ്മ കരയാൻ തുടങ്ങി. ഇലഞ്ഞിത്തറ തമ്പാൻ നാരായണനെ പുറത്താക്കിയതും അവൻ തന്നോട് സംസാരിച്ചതുമെല്ലാം ഭദ്രൻ അമ്മയോട് പറഞ്ഞു. മറ്റാരും അത് കേൾക്കുന്നില്ലെന്ന വിശ്വാസമായിരുന്നു അവന്. പക്ഷേ വാതിലിന് പിന്നിൽ നിന്നും ഒരു തേങ്ങൽ. അവൻ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. പക്ഷേ ഹൃദയം തകർന്ന നിലവിളിയോടെ ഓടിയകുലുന്ന പ്രമീളയുടെ പാദപതന ശബ്ദം അവൻ കേട്ടു. അധ്യായം 15. വീട്ടിൽ നിന്നും തിരികെ ഇലഞ്ഞിത്തറയിലേക്ക് മടങ്ങും മുമ്പ് പ്രമീളയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവൻ ഒത്തിരി ബുദ്ധിമുട്ടി. ബ്രഹ്മദത്ത, വേളിയാവാത്തൊരു പെണ്ണിന് വയറ്റിലുണ്ടെന്ന് 4 ആൾ അറിഞ്ഞാലത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായാലും ഞാൻ നാരായണനെ കണ്ടുപിടിക്കുമെന്ന്, ആ കാല് പിടിച്ചിട്ടാണെങ്കിലും കൂട്ടിക്കൊണ്ടുവരുമെന്നും
പ്രമീളയെ വേളി കഴിപ്പിക്കുമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ അവൾ ഒട്ടം നടങ്ങി. വാസ്തവത്തിൽ എനിക്കതിന് കഴിയുമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ എൻ്റെ പെങ്ങളായിപ്പോയില്ലേ. ഇനി ഒരിക്കലും തനിക്കിതൊന്നും ബ്രഹ്മദത്തനോട് പറയാൻ കഴിയില്ലെന്ന വിചാരത്തിലാണ് ഭദ്രൻ എല്ലാം പറയുന്നതെന്ന് തോന്നി. ബ്രഹ്മദത്തനാണെങ്കിൽ ശ്രദ്ധയോടെ ഉത്കണ്ഠയോടെ കേട്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് യാതൊന്നും ചോദിക്കാതെ ഭദ്രൻ തുടർന്നു. 2-3 നാൾ പിന്നിട്ടു. മാന്ത്രിക പഠനത്തിനായി എലഞ്ഞിത്തറ തമ്പാനോടുള്ള വൈര്യം മറന്ന് ആ കാല് പിടിക്കാൻ നരനാരായണൻ വരുമെന്ന് ഞാൻ കരുതി. തമ്പാനങ്ങൊന്നും അങ്ങനെ തന്നെ കരുതിയിരുന്നുവെന്ന് ആ സംസാരത്തിൽ നിന്നും എനിക്ക് ബോധ്യമായി. നാരായണൻ ഈ പരിസരത്തെങ്ങാനും ചുറ്റിത്തിരിയുന്നുണ്ടോ എന്ന് 1-2 വട്ടം അദ്ദേഹം എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അവസാനം ഇനി അവൻ വരില്ലെന്ന് ഉറപ്പായപ്പോൾ അവനെ കാണാനായി ഞാൻ ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് പോയി. ഒന്ന് നിർത്തി ഏതാനും മാത്രകൾ കഴിഞ്ഞ് ഭദ്രൻ പറഞ്ഞു, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയുന്നത് പോലെ തറവാട്ടിലെത്തും മുമ്പ് ഞാൻ അവനെ കണ്ടു. ക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറയിൽ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. ഞാൻ അടുത്തെത്തിയിട്ടും നാരായണ എന്ന് വിളിച്ചിട്ടും അവൻ പരിചയഭാവം പോലും നടിച്ചില്ല. എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ അവൻ്റെ കാലിൽ പിടിച്ചു. എന്നോട് പൊറുക്കണമെന്നും അവനെ എലഞ്ഞിത്തറയിൽ നിന്നും പുറത്താക്കാൻ ഞാനല്ല കാരണക്കാരനെന്നും പറഞ്ഞു. ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, ഞാനായിരുന്ന അവൻ്റെ കൂട്ടുകാരുടെ ചോദ്യത്തിന് ഒരു വേശ്യയുടെ ആങ്ങള എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. അതോടെ കൂട്ടുകാരും എന്നെ പരിഹസിച്ചു. നാരായണൻ തന്നെ വേണമെന്നും അവരിലാരെങ്കിലും പകരം വന്നാൽ പോരെ എന്നും ചോദിക്കുന്നു. കാശ് തരാമെന്നും പറഞ്ഞതായിരുന്നു പരിഹാസം. അവിടെ നിന്നും മടങ്ങുമ്പോൾ തൻ്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരുന്നു. ഭദ്രൻ ആ രംഗമോർത്തു. ഇന്നലത്തെ പോലെ. നാരായണ, 2-4 അടി നടന്നിട്ട് ഭദ്രൻ തിരിഞ്ഞു നിന്നു. നിൻ്റെയും നിൻ്റെ കൂട്ടുകാരുടെയും മുന്നിൽ നിന്ന് ഞാൻ തോറ്റു മടങ്ങുകയാണെന്ന് കരുതണ്ട. എൻ്റെ പെങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ അച്ഛൻ നീയാണെങ്കിൽ നിന്നെക്കൊണ്ട് തന്നെ ഞാൻ അവളെ വേളി കഴിപ്പിക്കും. നോക്കിക്കൂടാ. ഉവ്, ആട്ടെ, അത് അപ്പോഴല്ലേ, ഇപ്പോൾ നീ പോയാട്ടെ. നരനാരായണൻ ചിരിച്ചു. അവരുടെ കണ്ണത്താത്ത അകലത്തെത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭദ്രൻ തേങ്ങിക്കരഞ്ഞു. ദിവസങ്ങളും ആഴ്ചകളും മറഞ്ഞു. പ്രമീളയുടെ ഉദരം വീർത്ത് വരികയാണ്. അമ്മ പലവട്ടം നാരായണനെക്കുറിച്ച് ഭദ്രനോട് തിരക്കി. അവസാനം താൻ അവനെ കണ്ട കാര്യവും അവൻ്റെ മറുപടിയും അമ്മയോട് പറയാതിരിക്കാനായില്ല ഭദ്രന്. ആ സ്ത്രീ ശില പോലെ നിന്നു. എന്തെങ്കിലും പോംവഴി കാണാം എന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് അവൻ എലഞ്ഞിത്തറയിലേക്ക് മടങ്ങിയത്. 2 ദിവസം കഴിഞ്ഞു. പോംവഴികളൊന്നും മനസ്സിൽ തെളിഞ്ഞില്ല. 3-ാം ദിവസം പ്രാതൽ കഴിഞ്ഞ് പൂജകൾക്കാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കാനായി ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് എലഞ്ഞിത്തറ തമ്പാൻ അടുത്ത് വിളിച്ചത്. ഭദ്ര, ഇന്ന് നീ ഒന്നിനും പോകണ്ട. പകരം നിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ഭദ്രൻ്റെ നെറ്റി ചൊളിഞ്ഞു. എന്താ അങ്ങുന്നേ, അവിടെ എന്തേലും വിശേഷം? നീ ചെല്ല്. അത്രമാത്രം പറഞ്ഞിട്ട് തമ്പുരാനകത്തേക്ക് പോയി. വേവലാതിയോടെയാണ് ഭദ്രൻ വീട്ടിലേക്ക് പോയത്. അവിടെ എത്തുമ്പോൾ അവൻ്റെ കാലുകൾക്ക് വേഗതയേറി. ആളുകൾ കൂടി നിൽക്കുന്നു. തങ്ങളുടെ വീട് നിന്ന ഭാഗത്ത് പുക മുകളിലേക്ക് വരുന്നു. ആളുകളെ വകഞ്ഞുമാറ്റി മുന്നിലെത്തിയ ഭദ്രൻ ഒന്നേ നോക്കിയുള്ളൂ. വീട് നിന്ന ഭാഗത്ത് ഒരു ചാരക്കൂമ്പാരം, കത്തിയെരിയുന്ന മാംസത്തിൻ്റെ ഗന്ധം. കാറ്റ് വീശുമ്പോൾ ചാരം ഇളകിപ്പറക്കുകയും തീക്കനലുകൾ തെളിയുകയും ചെയ്യുന്നു. ഭദ്രൻ ബോധശൂന്യനായി അവിടെ തന്നെ വീണു. എല്ലാവരും ഒന്നിച്ച് ജീവനൊടുക്കിയതാണോ അതോ നാരായണൻ തീയിട്ടതാണോ എന്നൊന്നും എനിക്ക് നിശ്ചയമല്ല. എന്നാലും അത് സംഭവിച്ചല്ലോ. എനിക്ക് അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആരും ഇല്ലാതെയായി. ഭദ്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇത്രയും നേരം തുടരെ സംസാരിച്ചതിൻ്റെ ക്ഷീണത്തിലാവണം അയാൾ കാവിന് മുകളിലേക്ക് നോക്കി നിശ്ചലം ഇരുന്നു. അവിടെ കടവാവലുകൾ തൂങ്ങിക്കിടന്ന് ഇടയ്ക്കിടെ ചിറകുകൾ ഇളക്കുന്നത് അയാൾ കണ്ടു. കാര്യം എന്തായാലും എൻ്റെ മാതാപിതാക്കളും പെങ്ങളും പോയി. ഇനി നാരായണനോട് പ്രതികാരം ചെയ്തിട്ടെന്താ കാര്യം? അവനോടുള്ള എൻ്റെ പക ആറിത്തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഒക്കെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പിന്നീട് എന്നെ കാണുമ്പോഴൊക്കെ പാഞ്ചാലി വെറുപ്പോടെ മുഖം തിരിക്കും. ഞാനാണ് എല്ലാത്തിനും കാരണക്കാരനെന്ന ഭാവമായിരുന്നു അവൾക്ക്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തമ്പാനങ്ങുന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി ഏതു ദിവസം വേണമെങ്കിലും മാന്ത്രിക പഠനം തുടങ്ങാം. അതിന് തയ്യാറായിരുന്നു. എനിക്ക് സന്തോഷമായി. ഒരു മാന്ത്രികനാകുന്നതും മറ്റും ഞാൻ സങ്കല്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. നാരായണൻ്റെ മരണം കാണാതെ എനിക്ക് സംതൃപ്തി ഉണ്ടാവില്ലെന്ന് തീർച്ചപ്പെടുത്തിയത് ആ സംഭവമായിരുന്നു. ബ്രഹ്മദത്തൻ ഭദ്രൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചങ്ങനെയിരുന്നു. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ വിളക്ക് കൊളുത്തി പാഞ്ചാലി തിരിഞ്ഞു നോക്കിയത് ഭദ്രൻ്റെ മുഖത്തേക്കാണ്. ഇലഞ്ഞിത്തറ തമ്പാൻ പറഞ്ഞ പ്രകാരം വിളക്ക് വച്ച ശേഷം
തുളസിത്തറയിലെ തുളസിക്കതർ ഇറുത്തുകൊണ്ട് ചെല്ലാനെത്തിയതായിരുന്നു അവൻ. കോപം തിളയ്ക്കുന്ന ഭാവത്തിലാണ് പാഞ്ചാലി അവനോട് തിരക്കിയത്. നാരായണനെ പറഞ്ഞു വിട്ടപ്പോൾ തൃപ്തിയായല്ലോ അല്ലേ ഭദ്ര? ഭദ്രൻ പറഞ്ഞു. പാഞ്ചാലി വിശ്വസിക്കണം, ഒന്നും ഞാൻ തമ്പാനങ്കുന്നിനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ മുറിയിൽ വന്നു ഒക്കെ കാണുകയും കേൾക്കുകയുമായിരുന്നു. അല്ലെങ്കിൽ ആ രാത്രിയിൽ നിങ്ങൾ ഇരുവരും കാട്ടിയതൊക്കെ എനിക്ക് അങ്ങ് നേരിൽ വിളിച്ച് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ പാഞ്ചാലി ചൂളിപ്പോയി. എങ്കിലും തീക്ഷ്ണഭാവത്തിൽ അവനെ ഒന്നുകൂടി നോക്കിയിട്ടാണ് പാഞ്ചാലി പുറത്തേക്ക് പോയത്. അന്ന് പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്ന എലിഞ്ഞിത്തറ തമ്പാൻ ഭദ്രനോട് പറഞ്ഞു, നാളെ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് നീ എണീറ്റ് കുളിച്ച് ഈറനോടെ വരണം. നിന്റെ മാന്ത്രിക പഠനം തുടങ്ങാൻ പോവുകയാണ് നാളെ. ഭദ്രനുണ്ടായിരുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എലിഞ്ഞിത്തറ തമ്പാനെ പോലെ ഒരിക്കൽ താനും ഒരു മഹാമാന്ത്രികനാകുന്നത് അവൻ ഭാവനയിൽ കണ്ടു. അതിനാൽ തന്നെ ആ രാത്രി അവൻ ഉറങ്ങാനായില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം പുലരാനായിരുന്നുവെങ്കിൽ മനസ്സിൽ ആ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുള്ള ദിവസമായിരുന്നു. കാറ്റടിക്കുന്നില്ല, ഒരില പോലും അനങ്ങുന്നില്ല. അസ്വസ്ഥത പെരുകിയപ്പോൾ ഭദ്രൻ എണീറ്റു. തെക്കിനിയുടെ കിഴക്കേ വരാന്തയിൽ ചെന്നിരുന്നാൽ അല്പം ആശ്വാസം കിട്ടും. അവൻ തളത്തിലിറങ്ങി അവിടെ എത്തി. അരമതിൽ കാൽ നീട്ടിവെച്ച് തൂണിൽ ചാരിയിരുന്നു. അപ്പോൾ തണുപ്പ് തോന്നി. നേരിയ നിലാവെളിച്ചമുണ്ട്. മാനം നിറയെ നക്ഷത്രങ്ങൾ. കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ പടിപ്പുര തുറക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഭദ്രൻ അങ്ങോട്ട് നോക്കി. ശരിയാണ്, ആരോ അകത്തേക്ക് കിടക്കുന്നതിൻ്റെ ശബ്ദം. പടിപ്പുര ചാരിയിട്ട് ആ രൂപം എലഞ്ഞിത്തറ തറവാടിന് നേർക്ക് വരികയാണ്. ഭദ്രന് അല്പം ഭീതി തോന്നി. എലഞ്ഞിത്തറ തമ്പാൻ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി അയച്ച മൂർത്തി മനുഷ്യരൂപത്തിൽ മടങ്ങി വരികയാണോ? അതോ ഏതെങ്കിലും ശത്രുക്കൾ? രണ്ടായാലും ഈ നേരത്തെ തന്നെ കണ്ടാൽ അതൊട്ടും ശരിയാവില്ല. അവൻ തൂണിന് പിന്നിലേക്ക് മാറി നിന്നു. ആ മനുഷ്യൻ തറവാട്ടിൻ്റെ പൂമുഖത്ത് വന്നു കയറി. പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി. ഇല്ല. അയാൾ തറവാടിൻ്റെ വാതിൽ തള്ളി തുറന്നു. അതിന് സാക്ഷിയിട്ടിരുന്നില്ലേ? ഭദ്രന് സംശയം. പാഞ്ചാലിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അവളുടെ പുതിയ അടുപ്പക്കാരനായിക്കൂടെ ഈ വന്നത്? പുരുഷശക്തി ആഗ്രഹിക്കുന്ന ശരീരവും മനസ്സുമാണ് അവൾക്കുള്ളത്. നരനാരായണൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ആവേശം അടക്കാൻ പറ്റില്ലെന്ന് വന്നു കാണും. ആ മനുഷ്യൻ അകത്തേക്ക് കയറിപ്പോകുന്നത് ഭദ്രൻ കണ്ടു. ഓടിയെത്തി പിടിച്ചാലോ എന്ന് ചിന്തിച്ചതാണ് ഭദ്രൻ. പക്ഷെ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. ഈ രാത്രി താൻ കാരണം തറവാട്ടിലൊരു പ്രശ്നമുണ്ടായിക്കൂടാ. പാഞ്ചാലി അവളുടെ ഇഷ്ടത്തിന് പോകട്ടെ. അവളുടെ കാര്യത്തിൽ താൻ ഇടപെടേണ്ടതില്ല. എങ്കിലും ഭദ്രൻ വാതുക്കൽ വരെ ചെന്നു. പക്ഷേ അത് അകത്തു നിന്ന് അടച്ച് തഴുതിട്ട് കഴിഞ്ഞിരുന്നു. ഇനി അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ ഭദ്രൻ അവിടെ നിന്നും തൻ്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റു. എല്ലാ ഈശ്വരന്മാരെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കുളിച്ചു വന്നു. എലിഞ്ഞിത്തറ തമ്പാൻ അവനെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹവും കുളിച്ച് കുറിതൊട്ടിരുന്നു. വാ ഭദ്ര. കോൽവിളക്കുമായി തമ്പാൻ മുൻപേ നടന്നു. ഈറനോടെ വന്നത് കാരണം വെള്ളം ശരീരത്തിൽ നിന്നും ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ തണുപ്പുള്ള വെള്ളമായിരുന്നു. അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു. ഇരുവരും പൂജാമുറിക്ക് മുന്നിലെത്തിയപ്പോൾ തമ്പാനിൽ നിന്നും അസ്പഷ്ടമായ ഒരു ശബ്ദമായിരുന്നു. പൂജാമുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. ഭദ്രനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കിടന്ന എലിഞ്ഞിത്തറ തമ്പാനിൽ നിന്നും അമ്പരപ്പിക്കുന്ന ഒരു നിലവിളിയാണ് ഭദ്രൻ കേട്ടത്. പൂജാമുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഭദ്രന് പന്തികേട് തോന്നിയിരുന്നു. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എലിഞ്ഞിത്തറ തമ്പാൻ. പൂജ കഴിഞ്ഞ് മുറി അടയ്ക്കാതിരിക്കില്ല. ഭരദേവതയ്ക്ക് ഉറങ്ങാനുള്ള സമയമാണത്. മുറിക്ക് മുന്നിലെ മണിമുഴക്കി ഭരദേവതയെ ഉണർത്തിയതിന് ശേഷമേ വാതിൽ തുറക്കൂ. പക്ഷേ ഇന്ന് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മണിമുഴക്കാതെ അകത്തേക്ക് കയറുകയായിരുന്നു തമ്പാൻ. അടുത്ത മാത്രയിലാണ് നിലവിളി കേട്ടത്. ആ ക്ഷണം ഭദ്രനും അകത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ കോൽവിളക്കുമായി പൂജാമുറിയിൽ നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കുകയായിരുന്നു തമ്പാൻ. ഭരദേവതേ, അടിയനോട് ആരാണിത് ചെയ്തത്? ഒരു കൈ കൊണ്ട് നെഞ്ചിൽ തടവി തമ്പാൻ ചോദിക്കുന്നു. അതിൻ്റെ ഭദ്രൻ ചിലത് കണ്ടു, അറിഞ്ഞു. പൂജാമുറിയിലുണ്ടായിരുന്ന ഭരദേവതയുടെ പ്രതിമ കാണാനില്ല. അവിടെയുണ്ടായിരുന്ന നിലവിളക്കുകളിൽ പലതും ചരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ആരോ എല്ലാം തകർത്ത ലക്ഷണം. തലയിൽ കൈവച്ചുകൊണ്ട് തമ്പാൻ നിലത്തിരുന്നു. കോൽവിളക്ക് തറയിൽ വെച്ചു. അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാനുള്ള ധൈര്യം ഭദ്രനില്ലായിരുന്നു. കഴിഞ്ഞ രാത്രി താൻ കണ്ട സ്വപ്നം വെള്ളത്തിലെ കുമിളകൾ പോലെ തകർന്നു പോയത് അവൻ അറിഞ്ഞു. അധികനേരം അങ്ങനെ ഇരിക്കാനായില്ല തമ്പാന്. ആ മുഖത്തേക്ക് ക്രോധം ഇരച്ചു കയറി. ഭദ്ര! ആ ഒച്ചയിൽ എലഞ്ഞിത്തറ തറവാട് നടങ്ങി. അങ്ങുന്നേ,
ഭദ്രൻ വിറച്ചു. ആരാടാ ഇത് ചെയ്യാൻ ധൈര്യമുണ്ടായത്? ആർക്കാടാ ഈ ധൈര്യമുണ്ടായത്? വിടില്ല ഞാൻ. ഭദ്രൻ ആലോചിച്ചു നോക്കി. തലേന്ന് രാത്രിയിൽ തറവാട്ടിലേക്ക് വന്ന മനുഷ്യനെക്കുറിച്ച് അവൻ ഓർത്തു. ഇത് ചെയ്തത് അയാളാണെന്ന കാര്യത്തിൽ അവന് അല്പം പോലും സംശയം തോന്നിയില്ല. അങ്ങുന്നേ, ഇനിയൊന്നും ഒളിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ അവൻ്റെ നാവനങ്ങി. അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചപ്പോൾ തമ്പാൻ്റെ നെറ്റി ചുളിഞ്ഞു. പറയടാ, നിനക്കതെങ്കിലും സംശയമുണ്ടോ? പരദേവതയുടെ പ്രതിമ പോലും കൈവിട്ടുപോയ നിലയ്ക്ക് ഇപ്പോൾ ഞാനൊരു മഷിനോട്ടത്തിലോ മറ്റോ ശ്രമിച്ചാൽ അത് അപകടമാവുമെന്ന് മനസ്സ് പറയുന്നു. എനിക്ക് സംശയമുണ്ടങ്ങുന്നേ, അവൻ തുടർന്നു. തലേ രാത്രിയിൽ നടന്ന സംഭവം പറഞ്ഞു. തമ്പാൻ്റെ കണ്ണുകളിൽ 2 ഹോമകുണ്ടങ്ങൾ തെളിഞ്ഞു. എങ്കിൽ ഇനി സംശയം വേണ്ട ഭദ്ര, ചെയ്തത് അവൻ തന്നെ. നീ എന്താ അപ്പോൾ തന്നെ അവനെ പിടികൂടുകയോ എന്നെ വിളിച്ച് വിവരം പറയുകയോ ചെയ്യാതിരുന്നത്? അത് അവൻ വിക്കി. പറയൂ, ഈ തറവാട്ടിലുള്ള ആരോ അറിഞ്ഞിട്ടാണല്ലോ പുറത്തുനിന്നും ആൾ വന്നത്. അതുകൊണ്ടാണല്ലോ വാതിൽ തുറന്നു കൊടുത്ത് ആളെ അകത്ത് കയറ്റിയതും പിന്നെ അകത്തു നിന്നും സാക്ഷിയിട്ടതും. തമ്പാൻ്റെ പുരുകങ്ങൾ കൂട്ടിമുട്ടി. ഇതിനുള്ളിൽ ഞാനും പാഞ്ചാലിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അറിയാതെ ഭദ്രൻ തലകുനിച്ചു. കാര്യം മനസ്സിലാക്കിയതുപോലെ തമ്പാൻ കാറ്റിൻ്റെ വേഗതയിൽ പുറത്തേക്ക് പാഞ്ഞു. പാഞ്ചാലി അപ്പോഴും ഗാഠനിദ്രയിലായിരുന്നു. രാവും മുക്കാലും ഉറക്കമളച്ചതിൻ്റെ ക്ഷീണത്തിൽ തളർന്നുറങ്ങുകയായിരുന്നല്ലോ അവൾ. മുറിക്കുള്ളിൽ ഒരു വിളക്കപ്പോഴും എരിയുന്നുണ്ടായിരുന്നു. വാതിൽ തള്ളിത്തുറന്ന് തമ്പാൻ അകത്തു കടന്നിട്ടും പാഞ്ചാലി അറിഞ്ഞില്ല. മരുമകളുടെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ തമ്പാന് കാര്യം ബോധ്യമായി. ഈ മുറിയിൽ പുരുഷ സാന്നിധ്യമുണ്ടായിരുന്നു. പാഞ്ചാലി! തമ്പാൻ്റെ അലർച്ച കെട്ട് അവൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. അമ്മാവൻ! അമ്പരപ്പോടെ പിറുപിറുത്തുകൊണ്ട് വസ്ത്രങ്ങൾ നേരെയാക്കി. സാധാരണ അമ്മാവൻ തൻ്റെ മുറിയിലേക്ക് വരാറില്ല. അതിനാൽ തന്നെ ഈ വരവിൽ അവൾക്കെന്തോ പന്തികേട് തോന്നി. തമ്പാൻ അവളുടെ മുഖഭാവത്തിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചു. ആ നോട്ടം കണ്ടപ്പോൾ അവൾ കൂടുതൽ പകച്ചു. മരുമകൾക്ക് നേരെ അടുക്കുന്നതിനിടയിൽ തമ്പാൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അറിയാതെ പാഞ്ചാലിയുടെ തലകുനിച്ചു. നേരെ നോക്കടി. അദ്ദേഹം പിന്നെയും ഒച്ചയുയർത്തി. അയാൾ മുഖമുയർത്തിയതും തമ്പാൻ്റെ കനത്ത കൈപ്പത്തി ആ മുഖത്ത് ആഴത്തിൽ പതിഞ്ഞതും ഒപ്പമായിരുന്നു. അമ്മാവാ! വല്ലാത്തൊരു നിലവിളിയോടെ അവൾ കട്ടിലേക്ക് ചെരിഞ്ഞു വീണു. തൻ്റെ കാതുകൾക്കുള്ളിൽ ഒരു കൂട്ടം വണ്ടുകളുടെ മുലർച്ചയുണ്ടെന്ന് പാഞ്ചാലിക്ക് തോന്നി. തമ്പാൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. നനഞ്ഞ മണ്ണിൽ നിന്നും ഒരു ചെടി വലിച്ചു പിഴുതെടുക്കുന്നത് പോലെയായിരുന്നു അത്. ഇന്നലെ രാത്രിയിൽ ആരാടി ഈ മുറിയിലുണ്ടായിരുന്നത്? തമ്പാൻ്റെ അടുത്ത ചോദ്യം. അമ്മാവാ, എനിക്കൊന്നും അറിയില്ല. ഇവിടെ ആരോ വന്നിട്ടുമില്ല. വല്ല വിധേനയും അവൾ പറഞ്ഞൊപ്പിച്ചു. തമ്പാൻ്റെ കണ്ണുകൾ കൂടുതൽ ചുവന്നു. മുടിയിലെ പിടിവിടാതെ അദ്ദേഹം വലതു കൈയും അകവും പുറവും കൊണ്ട് അവളുടെ ഇരു കവിളിലും മാറി മാറി പ്രഹരിച്ചു. തറവാട് നശിപ്പിക്കാനായി പിറന്നവളെ, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൈയും കാലും വെട്ടി ഞാൻ തറവാട്ട് വളപ്പിൽ കുഴിച്ചിടും, തീർച്ച. പാഞ്ചാലിയുടെ ചുണ്ടുകൾ പൊട്ടി ചോര കിനിഞ്ഞു. കവിളുകളിൽ കൈവിരൽ പാടുകൾ തിണർത്തു പൊങ്ങി. അവിടേക്ക് കണ്ണുനീർ നനഞ്ഞിറങ്ങിയപ്പോൾ അസഹ്യമായ നീറ്റലും പുകച്ചനും. അമ്മയും അച്ഛനുമില്ലാത്ത കുട്ടിയല്ലേ എന്ന് നനച്ച് നിനക്കൊത്തിരി സ്വാതന്ത്ര്യം തന്നു. അത് തന്നെയാ എനിക്ക് പറ്റിയ തെറ്റെന്ന് ബോധ്യായി. ഇനിയിപ്പോൾ നീ ഇല്ലാച്ചാലും എനിക്ക് ഖേദമില്ല. വെറും വാക്കുകളല്ല, അമ്മാവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് തോന്നി പാഞ്ചാലിക്ക്. ആദ്യമായിട്ടാണ് അമ്മാവൻ ഇത്ര കോപതാപങ്ങളാൽ തൻ്റെ അരികിലെത്തുന്നത്, ഇത്ര കയർത്തു സംസാരിക്കുന്നത്. അവൾ അടിമുടി വിറച്ചു. രക്തം കൊതിക്കുന്ന ഒത്തിരി മൂർത്തികളുണ്ട് എനിക്ക്. സ്വന്തം മരുമകളുടെ രക്തം തന്നെ അവർക്ക് പാനമായി നൽകിയാൽ എത്രമാത്രം ആനന്ദമുണ്ടാവുമെന്നറിയോ നിനക്ക്? അമ്മാവാ! പാഞ്ചാലി വിങ്ങിപ്പൊട്ടി. എന്നോട് പൊറുക്കണം. നിന്നോട് പൊറുക്കണമെങ്കിൽ തമ്പാനൊന്ന് മരിച്ച് പുനർജനിക്കണം. ഈ ജന്മത്തിൽ ഇനി ഏതായാലും അതുണ്ടാവില്ല. തലമുടിയിലെ പിടി ഒന്നുകൂടി മുറുക്കിയിട്ടാണ് തമ്പാൻ സംസാരിച്ചത്. നിന്റെ മരണം കണ്ടിട്ട് ഞാൻ മഷിനോട്ടത്തിലൂടെ സത്യം മനസ്സിലാക്കൂ. അതിന് അധിക നേരം വേണ്ടെന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞു നിർത്തി. വേണ്ട, എന്നെ കൊന്നാലും ഇല്ലെങ്കിലും ഞാൻ പറയാം അമ്മാവാ. തമ്പാൻ്റെ പിടി ഒന്നൽപ്പം അയച്ചു. പറയ്, ഇന്നലെ ഇവിടെ വന്നത് ആരാണ്? വന്നത് നരനാരായണനായിരുന്നു. എലിഞ്ഞിത്തറ തമ്പാൻ നടുങ്ങി. അപ്പോൾ ആ ദുഷ്ടനാണോ തൻ്റെ മാന്ത്രിക ഗ്രന്ഥങ്ങളും ഭരദേവതയും മോഷ്ടിച്ചുകൊണ്ട് കടന്നുപോയത്? ശക്തിയിൽ മരുമകളെ കിടക്കയിലേക്ക് തള്ളിയിട്ട് തമ്പാൻ തീക്കാറ്റായി പുറത്തേക്ക് പാഞ്ഞു. അതിനിടെ മരുമകളുടെ മുറിവാതിൽ പുറത്തുനിന്നും വലിച്ചടച്ച് ഓടാമ്പല വലിച്ചടയ്ക്കുകയും ചെയ്തു. മുറിക്ക് പുറത്ത് അമ്പരെന്ന ഭാവത്തിൽ അപ്പോഴും തറഞ്ഞു നിൽക്കുകയായിരുന്നു ഭദ്രൻ. അവനാ ഭദ്ര ഇത് ചെയ്തത്. നരനാരായണൻ വിടില്ല ഞാൻ അവനെ. ഇനിയിപ്പോൾ എനിക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഭരദേവതയും ആ ഗ്രന്ഥങ്ങളുമായിട്ടല്ലാതെ ഞാൻ മടങ്ങി വരില്ല. നീ വാ. തമ്പാൻ ഭദ്രനെയും കുട്ടി പൂജാമുറിയിലെത്തി. അവിടെ തറയിൽ ഒരു ഭാഗത്ത് രഹസ്യ അറയുണ്ടായിരുന്നു. കുലദേവതയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നതിൻ്റെ അടിയിലായിരുന്നതിനാൽ അങ്ങനെ ഒരു അറ
അവിടെയുണ്ടെന്ന് തമ്പാനല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം ആ അറ തുറന്നു അതിൽ നിന്നും ഒരു ചെറിയ തടിപ്പെട്ടി പുറത്തെടുത്ത് ഭദ്രനെ നിരനീട്ടി. ഭദ്ര, നീ 3 ദിവസം ഈ തറവാട്ടിലുണ്ടായിരിക്കണം. 3-ാം നാൾ സദ്യയ്ക്ക് മുൻപേ ഞാൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ പിന്നെ 1 നാഴിക വൈകാതെ ഈ പെട്ടിയുമായി പൊയ്ക്കോണം നീ. എൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി നീ അനുസരിക്കുമെന്ന എൻ്റെ വിശ്വാസം. അതുകൊണ്ടാ എല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ വന്നില്ലെങ്കിൽ മാത്രം ഈ പെട്ടിയുമായി പോകണം. നീ അടുത്ത ബ്രഹ്മമുഹൂർത്തത്തിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് ഇത് തുറക്കണം. മാന്ത്രിക പഠനം ആരംഭിക്കേണ്ടതിൻ്റെ വിധികളും കുറേയേറെ മാന്ത്രിക വിദ്യകൾ അടങ്ങിയ താളിയോലകളും ഇതിലുണ്ട്. ഒക്കെ നീ തനിച്ച് പിഴവ് പറ്റാതെ പഠിക്കണം. എൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവും. എലിഞ്ഞിത്തറ തമ്പാൻ്റെ ശബ്ദത്തിൽ പതർച്ച അനുഭവപ്പെട്ടതുപോലെ ഭദ്രന് തോന്നി. അദ്ദേഹം തുടർന്നു. നീ ഇവിടുന്ന് പോകുമ്പോൾ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. മുറിക്കുള്ളിൽ ഞാൻ അടച്ചിട്ടിരിക്കുന്ന മരുമകൾ പാഞ്ചാലി എത്ര യാചിച്ചാലും മുറി തുറക്കുകയോ അവളെ പുറത്തിറക്കുകയോ ചെയ്യരുത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്കൊരു ശിഷ്യനുണ്ടായാൽ അവൻ എത്ര തലമുറ കഴിഞ്ഞിട്ടായാലും ഇവിടെ നിന്ന് നാരായണൻ കൊണ്ടുപോയ പരദേവതയുടെ വിഗ്രഹം തിരികെ എടുക്കണം. ആർക്കും പിന്നീടത് അപഹരിക്കാനാവാത്തൊരു സ്ഥാനത്ത് അത് സ്ഥാപിക്കുകയും വേണം. ഭദ്രൻ തലകുലുക്കി. അപ്പോൾ തന്നെ എലഞ്ഞിത്തറ തമ്പാൻ അവിടെ നിന്നും യാത്രയായി. ഭദ്രൻ കാത്തിരുന്നു. യാതൊരാപത്തും സംഭവിക്കാതെ അദ്ദേഹം മടങ്ങിയെത്താൻ പ്രാർത്ഥിച്ചു. 1 ദിവസം കഴിഞ്ഞു, തമ്പാൻ വന്നില്ല. 2-ാം ദിവസം, അന്നും തമ്പാൻ വന്നില്ല. 3-ാം ദിവസം നേരം പുലർന്നു. തറവാട് നടുങ്ങുന്ന ഒരു അലർച്ച കേട്ടാണ് ഭദ്രൻ തെക്കിനിയിൽ നിന്നും പുറത്തേക്കോടിയത്. അതിനിടയിൽ ആ നിലവിളി കേട്ടത് പാഞ്ചാലിയുടെ മുറിയിൽ നിന്നാണെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്തു. 16 കാലുകൾ ചിറകുകളാക്കിയാണ് ഭദ്രൻ പാഞ്ചാലിയുടെ മുറിയിലെ മുന്നിൽ ഓടിച്ചെന്നത്. അപ്പോൾ പെട്ടെന്ന് എലഞ്ഞിത്തറ തമ്പാൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഓർമ്മയിലെത്തി. എന്ത് സംഭവിച്ചാലും പാഞ്ചാലിയുടെ മുറിവാതിൽ തുറക്കാൻ പാടില്ല. പിടിച്ചു നിർത്തിയതുപോലെ നിന്നുപോയി ഭദ്രൻ. അപ്പോൾ വീണ്ടും മുറിക്കുള്ളിൽ നിന്നും പാഞ്ചാലിയുടെ നിലവിളി കേട്ടു. അവൻ കാര്യമെന്തെന്നറിയുന്നതിന് മുമ്പ് ജനാലയിലേക്ക് ഓടിച്ചെന്നു. അകത്ത് വലിയൊരു കാഴ്ചയായിരുന്നു. വസ്ത്രങ്ങൾ സ്വയം വലിച്ചു പറിച്ചെറിഞ്ഞ് തലമുടി അഴിച്ചിട്ട് നിലവിളിച്ചുകൊണ്ട് മുറിയിൽ അങ്ങിങ്ങോടുന്ന പാഞ്ചാലി. ഭദ്രൻ തരിച്ചു നിന്നുപോയി. പാഞ്ചാലിക്ക് സമനില നഷ്ടമായിരിക്കുന്നു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുറിയിൽ ആരോ തന്നെ പിടിക്കാൻ വരുന്ന ഭാവത്തിലാണ് പാഞ്ചാലിയുടെ ഓട്ടം. ഭദ്രൻ്റെ ഹൃദയത്തിൽ അസഹ്യമായ വേദനയുടെ ഒരു റവ പൊട്ടി. ഇനി ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ അവൻ ജനാല വലിച്ചടിച്ചു. പിന്നെയും കുറേ നേരം കൂടി ആ നിലവിളി കേട്ടു. അത് കഴിഞ്ഞ് നിശബ്ദത. ഭദ്രൻ എലഞ്ഞിത്തറ തറവാടിൻ്റെ പടിപ്പുരവാതിക്കലേക്ക് കണ്ണും നട്ടിരുന്നു, തമ്പാൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷെ നേരം സന്ധ്യയായിട്ടും അദ്ദേഹം വന്നില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനി താൻ ഈ തറവാട്ടിൽ നിന്നുകൂടെന്ന് അവൻ ഓർത്തു. മനസ്സോടെയല്ലെങ്കിലും അമൂല്യമായ മാന്ത്രിക ഗ്രന്ഥങ്ങൾ അടങ്ങിയ പെട്ടിയുമായി അവൻ അവിടെ നിന്നും ഇറങ്ങി. പടിപ്പുരവാതിക്കലെത്തിയപ്പോൾ അവസാനമായി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ആ ക്ഷണമാണ് അതുണ്ടായിരുന്നു. ഭൂമിക്കടയിൽ നിന്നും കിളിർത്തു വന്നതുപോലെ ഒരു അഗ്നികുണ്ഡം ആ തറവാടിനെ വിഴുങ്ങി. ഭദ്രൻ്റെ നാവിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. അഗ്നി ആകാശത്തോളം ഉയർന്നു. അനുനിമിഷം ചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തറവാട്. അങ്ങനെ എലിഞ്ഞിത്തറ തറവാട് എന്നേക്കുമായി ഇല്ലാതെ ഒരു ദീർഘനിശ്വാസത്തോടെ ഭദ്രൻ പറഞ്ഞു നിർത്തി. അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ. പക്ഷേ ഇനിയും എന്തോ അറിയണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം പിന്നീട് ഭദ്രൻ പറഞ്ഞു. ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് പോയ തമ്പാനങ്കുന്നിനെ നരനാരായണനും അവൻ്റെ അച്ഛനും ചേർന്ന് വകവരുത്തിയിട്ട് തറവാട് അഗ്നിമുഖനെ കൊണ്ട് കരിച്ചു കളയുകയായിരുന്നു. എല്ലാ മന്ത്രവും സ്വായത്തമാക്കിയ ശേഷമാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അന്ന് എലഞ്ഞിത്തറ തമ്പാൻ എന്നോട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സാധിക്കാൻ ഇന്ന് വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്ന്, എലഞ്ഞിത്തറ തറവാട്ടിൽ നിന്ന് നാരായണൻ കൊണ്ടുപോയ പരദേവതയുടെ വിഗ്രഹം വീണ്ടെടുക്കുക. അങ്ങനെ ചെയ്താൽ നാരായണൻ്റെ പകുതി ശക്തി ക്ഷയിക്കും. പിന്നെ അയാളെ ഉന്മൂലനം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി എനിക്ക് അതിന് കഴിയുമെന്ന് തോന്നില്ല. അതൊക്കെ നീ വേണം ബ്രഹ്മദത്ത ചെയ്യേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഭദ്രൻ്റെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ ബ്രഹ്മദത്തിന് ഭീതിയും അമ്പരപ്പും തോന്നി. എന്താ ഭദ്രേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ശാന്തമായ ആ പുഞ്ചിരിയോടെ തന്നെ ഭദ്രൻ പ്രതിവദിച്ചു. നിനക്കിന്നു തന്നെ മാന്ത്രികോപദേശം നൽകാൻ ഞാൻ തീരുമാനിച്ചതിൽ നിന്നും തന്നെ കാര്യങ്ങൾ നിനക്ക് ഊഹിക്കാമല്ലോ. ഈശ്വരൻ ഒന്നും നനയ്ക്കുന്നു, മനുഷ്യൻ അതിൻ്റെ കാരണങ്ങളാവുന്നു. ഇവിടെ എനിക്കായി എഴുതിപ്പെട്ടിരിക്കുന്ന വിധിക്ക് കാരണക്കാരനാവുന്നത് നരനാരായണൻ ആണെന്ന് മാത്രം. ബ്രഹ്മദത്തൻ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഭദ്രേട്ടൻ, എനിക്കിവിടുത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ഭദ്രൻ അപ്പോഴും പുഞ്ചിരിച്ചു.
ഗുഹാമുഖത്ത് എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയ ബ്രഹ്മദത്തൻ ഒരു സ്വപ്നത്തിൽ നിന്നവണ്ണം ഞെട്ടിയുണർന്ന് ചുറ്റും പകച്ചു നോക്കി. എവിടെ ഭദ്രേട്ടൻ? ഒക്കെ ഓർമ്മകളായിരുന്നുവെങ്കിലും ഭദ്രേട്ടൻ്റെ സാന്നിധ്യം തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് പോലെ. തനിക്ക് മാന്ത്രികോപദേശം നൽകി അധികം നേരം കഴിയും മുൻപ് ഭദ്രേട്ടൻ നരനാരായണൻ്റെ കടുത്ത പ്രയോഗത്താൽ ഹൃദയാഘാതമുണ്ടായി മരിച്ചുപോയല്ലോ. പിന്നെ പഠനവും പരീക്ഷണവുമൊക്കെ താൻ ഒറ്റയ്ക്ക് മാത്രം. ഒരർത്ഥത്തിൽ ഭദ്രേട്ടൻ പഠിച്ചത് തന്നെയാണല്ലോ താനും പഠിച്ചത്. ഗുരുനാഥനില്ലാത്ത പഠനം. അത് ഏതായാലും തന്നെ ഇത്രയിടം വരെ എത്തിച്ചു. ഗുഹയ്ക്കുള്ളിലെ പ്രതിമയിലേക്ക് ബ്രഹ്മദത്തൻ സൂക്ഷിച്ചു നോക്കി. ഇലഞ്ഞിത്തല തമ്പാൻ്റെ പൂജാമുറിയിലുണ്ടായിരുന്ന ഭരദേവതയുടെ പ്രതിമ. ഇത് വീണ്ടെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഭദ്രന്. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ നോവൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും ഇന്ന് ഈസ്റ്ററൊക്കെ ആയിരുന്നു, എല്ലാവരും ആഘോഷിച്ചു. എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയട്ടെ. ശുഭദിനം ആശംസിക്കുന്നു.